BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കെഎസ്ആർടിസിയുടെ ഡിജിറ്റൽ യാത്രാ സേവനങ്ങളുടെ ഭാഗമായി യാത്രക്കാർക്ക് വേഗത്തിലും ലളിതമായും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സഹായിക്കുന്ന AI പവേർഡ് വാട്സപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നാളെ നിലവിൽ വരും. കെഎസ്ആർടിസിയുടെ ഡിജിറ്റൽ യാത്രാ സേവനങ്ങളിലെ പുതിയ ചുവടുവെപ്പാണിത്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സിംഫണി ഹാളിൽ നാളെ രാവിലെ 11 നടക്കുന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജീവനക്കാർക്കും KSRTC യൂണിറ്റുകൾക്കുമുള്ള സംസ്ഥാനതല അവാർഡുകളും മന്ത്രി വിതരണം ചെയ്യും. കൂടാതെ KSRTCയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനമായ 149ന്റെയും നവീകരിച്ച കൊറിയർ സംവിധാനത്തിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ആരോഗ്യ ദേവസ്വം മന്ത്രി K മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഗതാഗത സെക്രട്ടറി TV അനുപമ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ KSRTC MD പ്രമോദ് ശങ്കർ പദ്ധതികളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കും. അതേസമയം സ്ത്രീകളെ കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളിൽ മന്ത്രി CP ജോൺ ഖേദം പ്രകടിപ്പിച്ചു. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും വിവാദം അവസാനിപ്പിക്കണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഖേദം പ്രകടിപ്പിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രിയദർശിനിയിൽ സ്ത്രീകൾ തിക്കിത്തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു. പരാമർശം വൻ വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനവുമായി എത്തിയത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.